ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4, 33, 34 തിരുവചനങ്ങൾ. യേശു ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. തനിച്ചിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 33, 34 തിരുവചനങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് തൻ്റെ വചനങ്ങളെ പ്രസ്താവിച്ച വചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് നാം കാണുക. ഒരു യഥാർത്ഥ ഗുരു ശിഷ്യ ബന്ധം ഇവിടെ നാം കാണുകയാണ്. നല്ല ഗുരുവായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയാണ്, പ്രബോധനങ്ങൾ നൽകുകയാണ്, ആജ്ഞകളും കൽപ്പനകളും നൽകുകയാണ്. എന്നാൽ അതിൽ ചിലത് അവർക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അതിൻ്റെ പൊരുൾ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവം തനിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് സകലവും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സന്ദേശം, ഈ ഭൂമിയിൽ നാം അന്യരും പരദേശികളുമായി ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത, നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ നിരൂപണങ്ങൾക്കും അതീതമായ ഉപരിയായ കാര്യങ്ങളും വിഷയങ്ങളും സംഭവിക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയണമെന്നില്ല, എല്ലാ വിഷയങ്ങളും നമുക്ക് മനസ്സിലാകണമെന്നില്ല, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാകണമെന്നില്ല. നമുക്ക് മനസ്സിലാക്കുവാനും അഥവാ അറിയുവാനും ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത ചില സാഹചര്യങ്ങൾ, ചില വിഷയങ്ങൾ, ചില ഭാരങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവിടെ നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ശക്തി ദൈവം നമുക്ക് നൽകുവാനിടയാവും. അതിന് നാം ചെയ്യേണ്ടത് ഈ ശിഷ്യന്മാരോട് കൂടെ കർത്താവ് ഇരുന്നതുപോലെ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്ന അനുഭവം, അതിന് ദൈവസന്നിധിയിൽ വേറിട്ട് തനിച്ചിരിക്കുന്ന അനുഭവം, ഇത് ഓരോ ഭക്തനും അത്യന്താപേക്ഷിതമാണ്. ഇത് ഓരോ വിശ്വാസിക്കും അത്യാവശ്യമാണ്. ഇത് ഓരോ ക്രിസ്തു ശിഷ്യനും ആവശ്യമാണ്. കർത്തൃസന്നിധിയിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ദൈവശബ്ദം കേൾക്കുവാനും തനിച്ചിരിക്കുന്ന അനുഭവം, ഞാനും ദൈവവുമായി മാത്രം. അത് വ്യക്തിഗത പ്രാർത്ഥന എന്ന് പറയാം, വ്യക്തിഗത ധ്യാന സമയമെന്ന് പറയാം, വ്യക്തിഗതമായ ആരാധന സമയമെന്ന് പറയാം. ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഇവിടെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ വേറിട്ടിരുന്ന് അഥവാ തനിച്ചിരിക്കുന്നവർക്ക് കർത്താവ് സകലവും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് നാം കാണുക. നമുക്കും ഈ നോമ്പുകാല ദിനങ്ങളിൽ അനേകം ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്.
എന്തെല്ലാം ശബ്ദം! പക്ഷികളുടെ ശബ്ദങ്ങൾ, വാഹനങ്ങളുടെ ശബ്ദങ്ങൾ, കാറ്റിൻ്റെയും കടലിൻ്റെയും ശബ്ദങ്ങൾ, മറ്റു പലവിധ മനുഷ്യരുടെയും യന്ത്രങ്ങളുടെയും ശബ്ദങ്ങൾ. ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. ഈ മറ്റു ഇതര ശബ്ദങ്ങളുടെ ഇടയിൽ ദൈവശബ്ദം കേൾക്കുവാനുള്ള കാത് നമുക്കുണ്ടാകണം. ദൈവശബ്ദം തിരിച്ചറിയുവാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. അതിന് നാം ശിഷ്യന്മാരെ പോലെ ദൈവസന്നിധിയിൽ തനിച്ചിരിക്കുന്ന അനുഭവം ഇത് അത്യന്താപേക്ഷിതമാണ്. യാക്കോബ് ചെയ്തത് ഇതാണ്. തൻ്റെ 2 ഭാര്യമാരെയും 2 സമൂഹത്തെയും അക്കരയാക്കിയിട്ട് ഇതാ യാബോക്ക് കടവിൽ ദൈവസന്നിധിയിൽ തനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അനന്തരഫലമായി ദൈവവുമായി സംഭാഷിക്കുവാനും യാക്കോബ് എന്ന പഴയ പേര് മാറി ഇസ്രായേൽ എന്ന പുതിയ പേര് പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ യാക്കോബിന് സാധിച്ചു. അതെ, ദൈവസന്നിധിയിൽ വേറിട്ട് തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിക്കാം ഈ നോമ്പുകാലങ്ങളിൽ. ആമേൻ.